PR സുനിലേക്ക് തിരിച്ചു പോവുകയാണ്. സുനിൽ, അദ്ദേഹം താരതമ്യം ചെയ്തത് ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇപ്പോൾ ദേശീയ തലത്തിൽ നടക്കുന്ന മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ഒരു കാര്യം എങ്ങനെ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ഈ വാർത്താ കാർഡുകൾ അപ്രത്യക്ഷമായ ആദ്യഘട്ടം മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്ന് മുഖ്യമന്ത്രി വന്ന് കൈമലർത്തി വേണമെങ്കിൽ ഞങ്ങളും പരാതി കൊടുക്കാം, നിങ്ങൾക്കൊപ്പം നിൽക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ നമ്മൾ ഓർക്കുകയാണ്. റോഷിനി, തീർച്ചയായും മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വളരെ രസകരമായ ഒരു മറുപടിയാണ് നൽകിയത്. ഞാനൊക്കെ ആവശ്യപ്പെട്ടാൽ മെറ്റ ഇതാ കണ്ടന്റുകൾ നീക്കുമോ എന്നൊക്കെയുള്ള ചോദ്യമാണ് ഉയർത്തിയത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. സർക്കാർ ആവശ്യപ്പെട്ടാൽ മെറ്റ അത് നീക്കും. സർക്കാർ നിയമപരമായി ആവശ്യപ്പെട്ടാൽ മെറ്റ ന്യൂസ് കണ്ടന്റുകൾ നീക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ പോലീസ് വഴിയോ കോടതി വഴിയോ ഈ ആവശ്യമെത്തിയാൽ മെറ്റ അത് പരിശോധിച്ച് ന്യൂസ് കണ്ടന്റുകൾ നീക്കം ചെയ്യും. അപ്പോഴാണ് റിപ്പോർട്ടർ അടക്കമുള്ള ചില മാധ്യമങ്ങളുടേത് മാത്രം, അത് തിരഞ്ഞുപിടിച്ച് ചില മാധ്യമങ്ങളുടേത് മാത്രമായ ന്യൂസ് കണ്ടന്റുകൾ അപ്രത്യക്ഷമാകുന്നത്. അത് സർക്കാരിനെ വിമർശിക്കുന്ന ന്യൂസ് കണ്ടന്റുകളാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി VD സതീശനെ നേരിട്ട് വിമർശിക്കുന്ന ന്യൂസ് കണ്ടന്റുകളാണ്. ആ ന്യൂസ് കണ്ടന്റുകൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന ഉടൻ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വന്ന ഉടൻ തന്നെ ആ ന്യൂസ് കണ്ടന്റുകൾ അപ്രത്യക്ഷമാവുകയാണ്. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ അതിലാണ് നമ്മൾ മെറ്റയോട് ചോദിക്കുന്നത്, ഇതെന്തുകൊണ്ടാണ് ന്യൂസ് കണ്ടന്റുകൾ നീക്കം ചെയ്യുന്നത്? അത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന ന്യൂസ് കണ്ടന്റുകൾ മാത്രം എന്തുകൊണ്ടാണ് നീക്കം ചെയ്യുന്നത്? അപ്പോഴാണ് മെറ്റ മറുപടി നൽകുന്നത്, പ്രാദേശിക നിയമപരമായ ആവശ്യത്തെ തുടർന്നാണ് എന്നതാണ്. അപ്പോൾ പ്രാദേശിക നിയമപരമായ ആ ആവശ്യം ആർക്കാണ് ഉന്നയിക്കാൻ കഴിയുക? അത് തീർച്ചയായും ഒരു പ്രാദേശിക ഭരണകൂടത്തിനാണ്. ആ ഭരണകൂടം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പോലീസ് വഴിയോ മറ്റേതെങ്കിലും അന്വേഷണ സംവിധാനങ്ങൾ വഴിയോ മെറ്റയിലേക്ക് ഒരു അഭ്യർത്ഥന ഈ വിഷയത്തിൽ പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതാണ് മെറ്റ വളരെ കൃത്യമായി തന്നെ റിപ്പോർട്ടറിന് മറുപടി നൽകുന്നത്. വളരെ കൃത്യമായി ഈ മറുപടിയിൽ മെറ്റ പറയുന്നുണ്ട്, ഇത് സാങ്കേതിക പിഴവല്ല, AI മുഖാന്തരം നീക്കം ചെയ്തതല്ല. ഞങ്ങളുടെ ടീമിൽ വളരെ വിശദമായി പരിശോധിച്ച് ഈ ആവശ്യം കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമാണ് ലീഗൽ റിക്വസ്റ്റ് അംഗീകരിച്ചുകൊണ്ട് ഈ ന്യൂസ് കണ്ടന്റുകൾ നീക്കം ചെയ്തത് എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില കണ്ടന്റുകൾ നീക്കം ചെയ്യണം എന്ന ആവശ്യം ഉയർന്നിരിക്കുന്നു. ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് മെറ്റ ഈ ന്യൂസ് കണ്ടന്റുകൾ നീക്കം ചെയ്തിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ വിലയിരുത്തുമ്പോൾ റോഷിനി നോക്കുന്നത് ഏറ്റവും അപകടകരമായ സാഹചര്യമാണ്. അതാണ് നേരത്തെ മുതിർന്ന മാധ്യമപ്രവർത്തകർ ദേശീയ തലത്തിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന NP ഉല്ലേഖിനെ പോലെ, AM ജിഗീഷിനെ പോലെ, വെങ്കടേഷ് രാമകൃഷ്ണനെ പോലെ കഴിഞ്ഞ 10-40 വർഷമായി ഡൽഹിയിൽ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത് ഇത് അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായ സെൻസറിംഗ് ആണ് എന്നത്. അതിനെ അങ്ങനെ തന്നെ വിലയിരുത്തണം. അടിയന്തരാവസ്ഥ കാലത്തൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് ഉണ്ടായിരുന്നത് പോലെയുള്ള സെൻസറിങ്ങിന് തുല്യമായ തരത്തിലുള്ള നീക്കമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് ഈ മുതിർന്ന മാധ്യമപ്രവർത്തകർ വിലയിരുത്തുന്നു. ആ അർത്ഥത്തിൽ തന്നെ ഇതിനെ കാണണം. തീർച്ചയായും നമുക്കറിയാം, നേരത്തെ CJP സമരത്തിന് പിന്നാലെ ദേശീയതലത്തിൽ ആ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള പോലീസ് അതിക്രമങ്ങൾ, ഇപ്പോൾ നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ തിരഞ്ഞാൽ, ഓൺലൈൻ പോർട്ടലുകളിൽ തിരഞ്ഞാൽ അത്തരം ദൃശ്യങ്ങൾ നമുക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത്തരം ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്തു കഴിഞ്ഞു. അതല്ല എങ്കിൽ അതിൻ്റെ റീച്ചുകൾ കുറച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനുള്ള വലിയ നീക്കം കഴിഞ്ഞ കുറേ നാളുകളായി ദേശീയതലത്തിൽ നടക്കുകയാണ്. കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം അതിനായി മെറ്റയ്ക്ക് ശക്തമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന, പ്രധാനമന്ത്രിയെ വിമർശിക്കുന്ന, പോലീസ് വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന വീഡിയോകളൊക്കെ തന്നെ നീക്കം ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ കാണേണ്ടത് കേരളത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെയുള്ള വിമർശന കാർഡുകൾ, ന്യൂസ് കണ്ടന്റുകളൊക്കെ തന്നെ നീക്കം ചെയ്യുന്നത്. അവിടെയാണ് ചോദ്യമുയർന്നത്, ഇതാരാണ് ചെയ്യുന്നത്, ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്? അപ്പോഴാണ് മെറ്റ കൃത്യമായി വെളിപ്പെടുത്തുന്നത്, ലോക്കൽ ലീഗൽ റിക്വസ്റ്റ് എന്ന മറുപടി മെറ്റ നൽകുന്നത്. അപ്പോൾ ലോക്കൽ ലീഗൽ റിക്വസ്റ്റ് എന്ന് മെറ്റ മറുപടി നൽകുന്നത് തീർച്ചയായും വിരൽ ചൂണ്ടുന്നത് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് നേരെയാണ്. മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ഇനി മുഖ്യമന്ത്രി VD സതീശന് സാധിക്കില്ല. യെസ്, അതാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആധികാരികമായാണ് റിപ്പോർട്ടർ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നത്. മെറ്റയുടെ മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്നു, ഏതെങ്കിലും ഒരു സാങ്കേതിക പിഴവല്ല, ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ ഒരു ലോക്കൽ കംപ്ലൈന്റ് എവിടെ നിന്നാണ് പോയിട്ടുള്ളത്, ആരാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ സംവിധാനങ്ങളോ പോലീസോ ഒക്കെ ഇടപെടുമ്പോഴാണ് ഇത്തരത്തിലുണ്ടാകുന്നത്. അതാണ് നമുക്ക് കണ്ടുപരിചയം. അപ്പോൾ ഇനി അതിലൊരു വിശദീകരണം വേണം. മുഖ്യമന്ത്രിയുടെ വാക്കുകളും നമ്മൾ കാത്തിരിക്കുകയാണ് ഈ വിഷയത്തിൽ. കാരണം ഒരു അടിയന്തരാവസ്ഥ കാലത്തിന് സമാനമായ രീതിയിൽ ഇങ്ങനെ മാധ്യമ വാർത്തകൾ പോകുന്നത് എങ്ങനെയെന്നാണ് ചോദിക്കുന്നത്. അതും വെറുതെ ചോദിക്കുകയല്ല. റിപ്പോർട്ടർ ശങ്കരാടി കൈയുയർത്തി കാണിച്ച ഇതാണ് രേഖ എന്ന് സിനിമയിൽ പറഞ്ഞതുപോലെയല്ല, മെറ്റ അയച്ച മെയിലാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വാർത്ത.